നമ്മൾ ഇന്നുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരുള്ള ഗ്ലോബൽ കാസിലാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഉള്ള ഒരു ബ്രാൻഡാണ് ഗ്ലോബൽ കാസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവരുടെ ഈ ഷോറൂം നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂരുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇവർക്ക് ഓൾറെഡി ഇവിടെ ഒരു പ്രീമിയം കാറിന്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. നമ്മുടെ എൻട്രൻസിൽ തന്നെ പ്രീമിയം കാറിന്റെ ഒരു സെറ്റപ്പ് ആണുള്ളത്. ഇത് കൂടാതെ ഇവർക്ക് ബാക്ക് യാർഡിൽ ഒരു ബഡ്ജറ്റ് കാറിന്റെ ഒരു ശേഖരണം ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇവരുടെ ബഡ്ജറ്റ് കാറിന്റെ അല്ലെങ്കിൽ അവിടെയുള്ള കാറുകളാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളിപ്പോ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹ്യുണ്ടായുടെ വെർണയാണ്. ഇത് ഏതാ മോഡൽ വരുന്നത്? 2012 ഡീസൽ. എത്ര ഓണർഷിപ്പ് വരുന്നത്? ഫോർത്ത് ഓണർഷിപ്പ്. അപ്പൊ അത്യാവശ്യം പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് വെർണ, ഹ്യുണ്ടായുടെ വെർണ. 1.6 ഡീസൽ എഞ്ചിനാണ് വരുന്നത്. CRD എഞ്ചിനാണ്. അത്യാവശ്യത്തിലധികം പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അപ്പം ഇതാണ് ഓട്ടോമാറ്റിക് അല്ലേ വരുന്നത്? ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഇതിന് പ്രൈസ് എത്ര വരുന്നത്? പ്രൈസ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത് 460. ഓക്കെ, 460 ആണ് നമുക്ക് പ്രൈസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വണ്ടി ഇഷ്ടപ്പെട്ടാൽ നമുക്ക് സംസാരിച്ചിട്ട് ഡീൽ ചെയ്യാവുന്നതാണ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 60,000 കിലോമീറ്റർ അല്ലേ? ഓക്കെ, അപ്പൊ കമ്പനി സർവീസുള്ള 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വേണയുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പോകുന്ന സമയത്ത് നമ്മുടെ ടൊയോട്ടോന്റെ എറ്റിയോസ് ആണ് വന്നിട്ടുള്ളത്. ഇത് ഏതാ ഇയർ വരുന്നത്? 2015 GD ഓപ്ഷൻ അല്ലേ? ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? 1,09,000. ഫസ്റ്റ് ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ്. അപ്പൊ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു ടൊയോട്ട എറ്റിയോസ് ഉണ്ട്. ഇത് ഏകദേശം പ്രൈസ് വരുന്നത് 545 ആണ് ആസ്കിംഗ് പ്രൈസ്. 545 ആണ് ആസ്കിംഗ് പ്രൈസ്. അപ്പൊ 2015 അത് ലോൺ കയറുമല്ലോ? ലോൺ കയറും. അപ്പൊ ഏകദേശം അത്യാവശ്യം ലോൺ കിട്ടുന്ന ഒരു ടൊയോട്ട വണ്ടി നോക്കുന്ന ആളുകൾക്ക് എന്തായാലും നോക്കാൻ പറ്റുന്ന ഒരു മുതലാണ് എറ്റിയോസ് എന്ന് പറയുന്നത്. പിന്നെ ടൊയോട്ടയുടെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പിന്നെ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നോക്കേണ്ടവർക്ക് തീർച്ചയായിട്ടും ഇവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫോർഡിന്റെ ഫിഗോ ആണ്. ഫിഗോ ഏതാ ഡീസൽ അല്ലേ വരുന്നത്? ഡീസൽ. ഇതെന്താ പ്രൈസ് വരുന്നത്? ഇത് പ്രൈസ് 385 ആണ് ആസ്കിംഗ് പ്രൈസ്. 385. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് 385. ഓക്കെ, അപ്പൊ ഒരു ഡീസൽ വണ്ടി കുറച്ച് ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ നോക്കുന്നവർക്ക് ഇത് ഏത് ഇയർ വരുന്നത്? 15 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. അപ്പൊ മോഡൽ കുറച്ച് കൂടിയിട്ടുള്ള ഡീസൽ എഞ്ചിൻ നോക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നോക്കാവുന്നതാണ്. ഏകദേശം ഒരു 22 റേഞ്ച് മൈലേജും കിട്ടുമല്ലോ. ഇതാകുമ്പോൾ അത്യാവശ്യം ലോണും കയറുന്ന വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ് ഫോർഡ് ഫിഗോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇവിടെ ഒരു അമേസ് കിടക്കുന്നുണ്ട്. നമുക്ക് അമേസിലോട്ട് പോവാം. അമേസ് ഏതാ ഇയർ വരുന്നത്? അമേസ് 2015 മോഡലും 16 രജിസ്ട്രേഷനും. 16 രജിസ്ട്രേഷൻ സ്റ്റേറ്റ് വണ്ടിയാണ്. ഇപ്പൊ നമ്പർ ആയതാണ് 2020. ഓക്കെ, റീ വണ്ടിയാണല്ലേ? റീ വണ്ടിയാണ്. ഇത് എന്താ റേറ്റ് വരുന്നത്? ഇത് 385. 385 അല്ലേ? ഇത് സിംഗിൾ ഓൺഷിപ്പ് ആണ്? അല്ല, തേർഡ് ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയല്ല. അപ്പൊ തേർഡ് ഓൺഷിപ്പിൽ റീ വണ്ടി നോക്കുന്നത് 22 മൈലേജ് ഇതും കിട്ടും. 22 മൈലേജ് കിട്ടുന്നതാണ്. ഇത് പിന്നെ റീ വണ്ടി അതുകൊണ്ട് ലോൺ കയറൂല അല്ലേ? ലോൺ കയറും. നമ്പർ ആയല്ലോ 2020. ഓക്കെ, അപ്പൊ പിന്നെ ലോൺ കയറുന്ന വണ്ടിയാണത്. അപ്പോൾ റീ വണ്ടി നോക്കുന്നവർക്ക് ഇപ്പൊ അമേസ് വേണം, കുറച്ച് ബഡ്ജറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റീ വണ്ടി നോക്കാവുന്നതാണ്. അപ്പോൾ ഒരു റീ വണ്ടി ഉണ്ട്. അമേസ് ആണ്. ഡീസൽ അല്ലേ വരുന്നത്? ഡീസലാണ് വരുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് ഇവിടെ ഒരു വോക്സ് വാഗന്റെ വണ്ടി ഉണ്ട്. ഇത് വെന്റോ അല്ലേ വരുന്നത്? വെന്റോ ഏത് ഇയർ വരുന്നത്? ഇത് 2015 അല്ലേ? സെക്കൻഡ് ഓൺഷിപ്പ് വരുന്ന ഡോക്ടർ വണ്ടിയാണിത്. പെട്രോള് ഓട്ടോമാറ്റിക് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണല്ലേ? അപ്പൊ നമുക്ക് ലോണൊക്കെ കിട്ടുന്ന വണ്ടിയാണ്. അപ്പം ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് നോക്കുന്ന ആളുകൾക്ക്, പിന്നെ ജർമ്മൻ കാറാണ്, അതിന്റെ അനുസരിച്ചുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം തീർച്ചയായിട്ടും ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് നോക്കുന്ന ആളുകൾക്ക് നോക്കാൻ പറ്റും. ഇതിന്റെ പ്രൈസ് വരുന്നത് 435. ഇത് ആസ്കിംഗ് പ്രൈസ് ആണ് 435. അപ്പൊ നിങ്ങൾക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് വെന്റോ നോക്കുന്നവർക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് നെഗോസിയേഷൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്തത് അവിടെ ഒരു മഹേന്ദ്രയുടെ വണ്ടി ഉണ്ട്. ഓക്കെ, ഇത് ഏതാ വരുന്ന വണ്ടി? ഇത് 2018 വണ്ടിയാണ്. നമ്മുടെ മഹേന്ദ്രയുടെ KUV വണ്ടിയാണ്. അപ്പൊ ഒരു ഫാമിലി കാറാണ്. അത്യാവശ്യം ഹൈറ്റിലൊക്കെ ഇരുന്നത്, അതായത് വാഗനർ ഒരു സെറ്റപ്പിലാണ് വണ്ടി വരുന്നത്. അത്യാവശ്യം സീറ്റ് ഹൈറ്റിലൊക്കെ ഇരുന്ന് വണ്ടി ഓടിക്കാവുന്നതാണ്. ഇതിന്റെ വില വരുന്നത്? ഇതിന്റെ വില ഇത് സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. വെറും 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മാനുവൽ പ്രൈസ് 325 മാനുവൽ അല്ലേ വണ്ടി? ഓക്കെ, അപ്പൊ 325 നിങ്ങൾക്ക് ഒരു ഫാമിലി കാറൊക്കെ നോക്കുന്ന ആളുകൾക്ക് നോക്കാവുന്നതാണ്. KUV എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹേന്ദ്രയുടെ വണ്ടിയാണ്. അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്വിഫ്റ്റ് VDI അല്ലേ വരുന്നത്? സ്വിഫ്റ്റ് VDI 2009 മോഡലാണ്. അപ്പം ഇതിനെന്താ പ്രൈസ് വരുന്നത്? ഇത് 215. അപ്പൊ റിന്യൂവൽ ആയില്ലേ? അപ്പൊ പേപ്പർ എടുത്തിട്ടാണ് കൊടുക്കുക. അപ്പൊ പേപ്പർ എടുത്ത് കൊടുക്കുന്ന ഒരു സ്വിഫ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ, അതായത് 2009 വേരിയന്റ് ആണ്. നമ്മുടെ ഫസ്റ്റ് പിണ്ടോന്റെ സെയിം എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഒരു 20-22 ആവറേജ് മൈലേജും കിട്ടുന്ന വണ്ടിയാണ്.
ഇതിപ്പോ ലോണും കാര്യങ്ങളൊന്നും കയറില്ല. ഇതിന്റെ ഈ ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. അപ്പം എത്ര കിലോമീറ്റർ വരുന്നത്? 1.65 ഓടിയിട്ടുള്ള വണ്ടിയാണ്. അപ്പം നിങ്ങൾക്ക് ഒരു സ്വിഫ്റ്റ് വീഡിയോ നോക്കുന്ന ആളുകൾക്ക് നോക്കാവുന്നതാണ്. പേപ്പർ എടുത്തിട്ടാണ് നമ്മൾ വണ്ടി കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് വാഗനറുണ്ട് ഇവിടെ. അപ്പം ഇത് ഏതാ ഇയർ വരുന്നത്? 2010 അപ്പൊ 2010 LXi അല്ലേ? 2010 LXi ആണ് വരുന്നത്. അപ്പോൾ ഇത് 2 വിൻഡോ പവർ വിൻഡോ വരുന്നില്ലേ? ഫ്രണ്ടിൽ 2 വിൻഡോ പവർ വിൻഡോ വരുന്ന വണ്ടിയാണ് ഇത്. അത്യാവശ്യം ഫാമിലി കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? 98,000 കിലോമീറ്റർ. സിംഗിൾ ഓൺഷിപ്പിൽ 98,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. അപ്പം വാഗനർ നോക്കുന്ന ആളുകൾക്ക് നോക്കാവുന്ന പ്രൈസ് വരുന്നത് 2.15 നെഗോഷ്യബിൾ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൈസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു വണ്ടിയാണ് വാഗനർ. വാഗനർ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, 2015 മോഡൽ അല്ലേ? 15 മോഡൽ വാഗനർ. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് വരും. ഇതിന് കിലോമീറ്റർ എത്ര വരുന്നത്? 68,000 കിലോമീറ്റർ ഓടിയ തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വാഗനർ ആണ്. ഇത് ഇയർ വരുന്നത് 2015 മോഡലാണ്. അത്യാവശ്യം നല്ല റീസെയിൽ വാല്യൂം കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇപ്പൊ അത്യാവശ്യം മൂവിങ് ആയിട്ടുള്ള ഒരു ഫാമിലി കാറാണ്. കുറച്ച് പ്രായം ചെന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഇതിന് നമുക്ക് ലോൺ എന്തായാലും ചെയ്യാലല്ലേ? 2.25 വരെ ലോൺ കയറൂല്ലേ? അപ്പൊ അത്യാവശ്യം 3.30 പ്രൈസ് വരെ. 2.25 ഓക്കെ. അപ്പോ 2.25 വരെ 3.25 വരെ ലോൺ കയറും. 2.25 വരെ 3.30 2015 അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൈസ് ആണ്. അപ്പം കുഴപ്പമില്ല. ഒരു 50,000 രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണത്. ഒരു ഇന്നോവയാണ്. ഇത് ഏതാ ഇയർ വരുന്നത്? 2006 അല്ലേ? ഇത് കൺവേർട്ട് ചെയ്ത വണ്ടിയാണല്ലേ? ഓക്കെ. ഇതിന്റെ ഓണർഷിപ്പ് വരുന്നത് ഫിഫ്ത്ത് ഓണർഷിപ്പ് ആണ്. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? 3,69,000 കിലോമീറ്റർ. 3.69 ഓടിയിട്ടുള്ള ഇന്നോവയാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 3.25 പ്രൈസ് വരുന്നതാണ്. കുറച്ചധികം ഓടിയിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് പ്രൈസ് കുറച്ചിട്ടുണ്ട്. അപ്പം പ്ലാൻ ഉള്ള ആളുകൾക്ക് നോക്കാവുന്ന വണ്ടിയാണ്. അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ്. ഇന്റീരിയർ ആണെങ്കിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പിന്നെ കൺവേർട്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പം ഇന്നോവ ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് നമ്പർ ആവാത്ത വണ്ടിയാണ്. ഇത് റീവണ്ടിയാണ്. അപ്പം അടുത്തായിട്ട് വരുന്നത് ടൊയോട്ടയുടെ ലിവയാണ്, എറ്റിയോസ് ലിവ. ഇത് ഇയർ വരുന്നത് 2012 വരുന്നതാണ്. ഇത് റീ രജിസ്ട്രേഷൻ ആണ് വന്നിട്ടുള്ളത്. ഇത് എത്ര ഓണർഷിപ്പ് വന്നിട്ടുള്ളത്? തേർഡ് ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ? 97 അല്ലേ? അപ്പോൾ 1 ലക്കിൽ താഴെ ഓടിയിട്ടുള്ള റീവണ്ടി, അതായത് എറ്റിയോസ് ലിവയാണത്. അപ്പം അതിന്റെ പ്രൈസ് വരുന്നത് 2.90 ആണ് പ്രൈസ് വരുന്നത്. പിന്നെ ഇതിൽ ലോണും കാര്യങ്ങളൊന്നും കയറില്ല. അപ്പം എറ്റിയോസ് നോക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു വണ്ടിയാണിത്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഒരു ലിവിംഗ് കൂടി വന്നിട്ടുണ്ട്. ഇത് റിയൽ അല്ലേ? ഇത് റിയാണല്ലേ? ഇതും റീ വണ്ടിയാണ് വന്നിട്ടുള്ളത്. ഇത് 2014 മോഡൽ. ഓണർഷിപ്പ് വന്നിട്ടുള്ളത് തേർഡ് ഓണർഷിപ്പ്. അപ്പോൾ തേർഡ് ഓണർഷിപ്പിൽ വന്നിട്ടുള്ള 2013 മോഡൽ ഒരു റീ രജിസ്ട്രേഷൻ വണ്ടി കൂടി ഉണ്ട്. ഇതിന്റെ പ്രൈസ് വരുന്നത് 4 ലക്ഷം അല്ലേ? ഇത് നമുക്ക് ലോൺ കയറുമോ? ഇത് ലോൺ കയറും. ഇപ്പൊ ലോൺ കയറുന്ന ഒരു റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇത് എത്ര ഇയർ? 2014 ഇത് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 1.30 ഓടിയിട്ടുണ്ട്. അപ്പൊ 1.30 ഓടിയിട്ടുള്ള വണ്ടിയാണ്. ടൊയോട്ടയുടെ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം 1.30 ഒന്നും അത്ര വലിയ കാര്യമല്ല. അപ്പം തീർച്ചയായിട്ടും നോക്കാം. അത് ഡീസൽ തന്നെ വരുന്നത്. രണ്ടും ഡീസൽ ആണല്ലോ അല്ലെ? 2 ഡീസലാണ് വരുന്നത്. അപ്പൊ എറ്റിയോസ് ലീവോ അപ്പൊ നമ്മൾ 3 ചെയ്തു. അപ്പൊ 3 എറ്റിയോസ് ലീവോ ഇവിടെ ഉണ്ട്. അപ്പൊ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് കാർ നോക്കുന്നുണ്ടെങ്കിൽ പറ്റിയിട്ടുള്ള വണ്ടിയാണ് ഐട്ടൺ എന്ന് പറയുന്നത്. ഐട്ടൺ 2010 അപ്പം അത് പഴയ ഷേപ്പാണ് വരുന്നത്. പക്ഷെ ഇത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 2010 മോഡലിന് ഓണർഷിപ്പ് വരുന്നത് ഫോർത്ത് ഓണർഷിപ്പിൽ വരുന്ന ഒരു ഓട്ടോമാറ്റിക് കാറാണിത്. അപ്പം ഓട്ടോമാറ്റിക് നോക്കുന്ന ഇപ്പം ഫാമിലി പർപ്പസിനൊക്കെ നോക്കാന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാറാണിത്. അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് 2.40 ആണ് വരുന്നത്. 2.40 ഒരു ഓട്ടോമാറ്റിക് കാർ നോക്കുന്നവർക്ക് അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു പെട്രോൾ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. അപ്പം നോക്കാവുന്ന ഒരു വണ്ടിയാണ്. ഇനി തൊട്ടപ്പുറത്ത് നമുക്കൊരു ന്യൂ ഷേപ്പ് ഐറ്റം തന്നെ വരുന്നുണ്ട്. ഇത് 2014 സ്പോർട്സ് ഓപ്ഷൻ ആണ് വരുന്നത്. ഇത് മാഗ്ന ഓപ്ഷൻ ആണ് വരുന്നത്. ബേസ് വേരിയന്റ് ആണ് വരുന്നത്. ഇത് സ്പോർട്സ് വേരിയന്റ് ആണ്. അതായത് ടോപ്പ് വേരിയന്റ് തൊട്ടടിയിലുള്ള വേരിയന്റ്. ഓട്ടോ ഫോൾഡിങ് കാര്യങ്ങളുണ്ട്. ഇത് ഇയർ വരുന്നത് 2014 2014 മോഡലാണ് വരുന്നത്. ഇത് ഓണർഷിപ്പ് എത്ര വരുന്നത്? തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇത് എത്ര കിലോമീറ്റർ ഓടി? 58,000. അപ്പൊ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ള 2014 വേരിയന്റ് ആണ്. ഇത് മാനുവൽ ആണല്ലോ അല്ലേ? ഇത് മാനുവൽ ആണ് വരുന്നത്. ഇതിന് പ്രൈസ് വരുന്നത് 3,18,000. അപ്പൊ നമുക്ക് ഇത് 2 വരെയൊക്കെ നമുക്ക് ലോൺ കയറും ഇതിൽ. അപ്പൊ അത്യാവശ്യം ലോണിലും ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഐട്ടം നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും നോക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് ഇത്. അത്യാവശ്യം പുറത്തുള്ള ഇതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണത്.
അടുത്തുള്ള നമ്മളുടെ ഒരു അൾട്ടോ ആണ്. അപ്പോൾ പഠിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇത് എത്ര ഇയർ വരുന്നത്? 2008 മോഡലാണ്. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? 1,07,000 കിലോമീറ്റർ. 1,07,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള അൾട്ടോ 2008 ആണ്. പേപ്പർ എടുത്തിട്ടാണ് വണ്ടി കൊടുക്കുക. ഇത് എത്ര ഓണർഷിപ്പ് വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. ഇന്റീരിയർ ആണെങ്കിലും ഒക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇതിന് ആസ്കിംഗ് പ്രൈസ് എത്ര വരുന്നത്? 1,04,000 ആസ്കിംഗ് പ്രൈസ്. അപ്പോൾ ഇത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സംസാരിക്കാവുന്നതാണ്. അൾട്ടോ നോക്കുന്ന ആളുകൾക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് വരുന്നത്. പിന്നെ KL 55 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇന്നിപ്പം ഗ്ലോബൽ കാസിലുള്ള ബഡ്ജറ്റ് കാറുകൾ അത്യാവശ്യം എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ വരുന്ന കാറുകൾ എന്ന് പറയുമ്പോൾ ഇവരുടെ ലക്ഷറി വണ്ടികൾ എക്സ്ചേഞ്ച് എടുക്കുന്ന സമയത്ത് വരുന്നുണ്ട്. പിന്നെ ഇവർ ഡയറക്റ്റ് ആയിട്ട് ബൈ ചെയ്യുന്ന കാറുകളുണ്ട്. അപ്പം വലിയ രീതിയിൽ പ്രോഫിറ്റ് ഇല്ലാത്ത രീതിയിൽ ഇവർക്ക് കാർ സെല് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രൈസും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കണ്ടിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ വണ്ടികളും നോക്കിയെടുക്കാവുന്നതാണ്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ വരുന്ന സമയത്ത് ഒരു മെക്കാനിക്കിനോ അല്ലെങ്കിൽ ഇതിനെ പറ്റി അറിയുന്ന ഒരാളെ കൂട്ടിയിട്ട് തീർച്ചയായിട്ടും വരാം. എന്നിട്ട് നോക്കിയിട്ട് മാത്രം തീർച്ചയായിട്ടും വണ്ടികൾ എടുക്കുക. അപ്പം ഇവരുടെ ഒരു ലക്ഷറി കാറുകളുടെ ഒരു സെക്ഷനും കൂടി ഉണ്ട് അപ്പുറത്ത്. നമ്മൾ ജസ്റ്റ് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കും. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്.